ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ചെറിയൊരു ഉണ്ണികൃഷ്ണനായിട്ടാണ് ചാർത്തിയിരിക്കുന്നത് കേട്ടോ. നമ്മളെയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗവാനാണ്. ഇടത്തെ കയ്യിൽ ഓടക്കുഴലുണ്ട്, വലത്തെ കൈ കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭഗവാൻ. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട്. നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കാനാണല്ലോ ഓരോരോ ഭക്തരും ഭഗവാന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നത്. അത് ഭഗവാനും അറിയാം. അപ്പം എന്നും വെണ്ണയും അല്ലെങ്കിൽ ഓടക്കുഴലേ കദളിപ്പഴം താമരപ്പൂവൊക്കെ പിടിച്ചിട്ടാണല്ലോ ഭഗവാൻ നിൽക്കുക. അപ്പം ഇന്ന് എല്ലാവരെയും അനുഗ്രഹിക്കാമെന്ന് ഭഗവാൻ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു. എന്നിട്ട് അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന ഭഗവാനായിട്ടായിരുന്നു കേട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. മനോഹരമായിട്ട് നമ്മുടെ ഭഗവാനെ ചാർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. 2 തിരുമുടി മാലകളുണ്ട്. ഒരെണ്ണം മുകളിലത്തേത് തെച്ചിയും നന്ദ്യാർവട്ട പൂക്കളും ഇങ്ങനെ ഇടകലർന്ന് കോർത്തിരിക്കുക കേട്ടോ, നന്നായിട്ട്. അപ്പോൾ തെച്ചിയാണോ ഇത് മാറി മാറി കോർത്തിരിക്കുകയല്ല, എല്ലാം കൂടെ മിക്സ് ചെയ്ത് കോർത്തിരിക്കുക. അങ്ങനെയായിരുന്നു ഒരു തിരുമുടിമാല. പിന്നെ ഒരെണ്ണം പൂർണ്ണമായിട്ടും തെച്ചിയിൽ കോർത്തതായിരുന്നു. 2 ഉണ്ടമാലകളുണ്ട് ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ. 3 നിറങ്ങളുണ്ട് കേട്ടോ. അതായത് തെച്ചിയുണ്ട്, തുളസിയുണ്ട്, പിന്നെ താമരയുടെ ഇതിലുണ്ട്, പിങ്ക് താമരയുടെ. അപ്പം നല്ല നിറയെ ഉണ്ടയായിട്ട് നിൽക്കുന്ന ഒരു ഉണ്ടമാല ഇരിക്കുന്നുള്ള തടിച്ചുരുണ്ടിട്ടുള്ളത്. പിന്നെ ഒരു മാല താമരയും തുളസിയും കൂടെ, അതിങ്ങനെ മാറി മാറി കോർത്തിരിക്കുക. താമര തുളസി എന്ന് പറഞ്ഞിട്ട് പിങ്ക് താമര തന്നെയാണ് കേട്ടോ. അങ്ങനെയാണ് വേറൊരു ഉണ്ടമാല ഉണ്ടായിരുന്നത്. അതിന് നടുക്കാണ് എല്ലാ ഭക്തർക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നമ്മുടെ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. നന്നായി പുഞ്ചിരിച്ചിട്ടാട്ടോ നിൽക്കുന്നത്. പീലി തിരുമുടിയൊക്കെ ചാർത്തിയിട്ട്, ചെറിയൊരു ഉണ്ണിക്കണനല്ലേ, അപ്പോൾ പീലി തിരുമുടിയൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ട്, നെറ്റിയിൽ ഗോപിത്തിലൊക്കെ ഉണ്ട്, വലിയ കാതുപൂക്കളിൽ കാതിൽ ഇങ്ങനെ ചൂടിയിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ. ആ മുഖം കണ്ടാൽ തന്നെ നമ്മുടെ എല്ലാവരുടെയും സങ്കടങ്ങൾ മാറിക്കിട്ടും. അത്ര ഭംഗിയായിട്ടാണ് ഭഗവാന്റെ ആ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നത്. പിന്നെ 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. ഒരു വളയം പോലത്തെ മാല, പിന്നെ 2 മാലകൾ, കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട്, ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലുണ്ട്, വലത്തെ കൈ കൊണ്ട് എല്ലാ ഭക്തരെയും ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ആ അനുഗ്രഹം ലഭിക്കാനായിട്ട് ഓരോരുത്തരായിട്ട് ഭഗവാനെ കാണാനായിട്ട് വന്നിരിക്കുക. എല്ലാവർക്കും പ്രത്യേകമാണ് കേട്ടോ ഭഗവാൻ അനുഗ്രഹങ്ങൾ നൽകുന്നത്. എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിത്തരാനായിട്ടാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അതെല്ലാം മാറ്റിക്കൊടുക്കാനായിട്ടാണ് ഭഗവാനും നിൽക്കുന്നത്. അങ്ങനെ അനുഗ്രഹിച്ച് നിൽക്കുന്ന ഭഗവാനായിരുന്നു. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ നല്ലൊരു പ്രത്യേക തിളക്കുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വീതിയിലൊക്കെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. പട്ടുകോണൊക്കെ കൊടുത്തിട്ട് കുഞ്ഞിക്കാലുകളിലെ സ്വർണ്ണ തളകളൊക്കെ അണിഞ്ഞിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന, അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ രൂപം എല്ലാവരും മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങൾ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.